ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെജിറ്റബിൾ റൈസും ചില്ലി ചിക്കനും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലോർ 1 സ്പൂണ്, ഇനി വേണ്ട പാകത്തിന് ഉപ്പ്, 1 കോഴിമുട്ട, 1 സ്പൂണ് തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇത് ചിക്കനിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾ റൈസിന് എന്തൊക്കെയാണ് എടുക്കുക നോക്കാം. ഒരു ചരുവം അടുപ്പിൽ വെച്ച് അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്കായ്, 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1 ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസ്. ഇനി വെള്ളം നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ 1/2 കിലോ ബസുമതി റൈസ് കഴുകി വാരാൻ വെച്ചിട്ടുണ്ട്. അരമണിക്കൂറെങ്കിലും കഴുകി വാരാൻ വെക്കണം. ഇനി നമുക്ക് ഈ റൈസിൻ്റെ മുകളിൽ ഇടാനുള്ള സവാള വാട്ടിയെടുക്കാം. അതേ എണ്ണയിൽ തന്നെ ഈ ചിക്കൻ പൊരിച്ചെടുക്കുകയും ചെയ്യാം. ഇനി റൈസ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കുക. ഇനി ഈ വെജിറ്റബിൾ റൈസ് തയ്യാറാക്കാൻ 1 ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് പട്ട, കറാമ്പൂ, ഏലക്കായ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ബീൻസ് ചേർത്ത് കൊടുത്തു, ക്യാരറ്റ്, സവോള നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് ഇളക്കി കുറച്ച് വെന്തതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് പതുക്കെ വെന്ത് വരുമ്പോൾ, ഒരുപാട് വെന്ത് പോവണ്ട, പാകത്തിന് ഉപ്പും കുറച്ച് മധുരത്തിന് 1 സ്പൂൺ പഞ്ചസാര, ഈ 1 മുറി തേങ്ങയുടെ പാല് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ആ തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുക്കുക. ഈ വെജിറ്റബിൾസൊക്കെ ഈ തേങ്ങാപ്പാലിലൊന്ന് കടന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ചോറ്, ഊറ്റി വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി വറുത്ത് കോരി വെച്ച സവാള ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുക. മല്ലിയില, പുതിന അരിഞ്ഞു വെച്ചതുണ്ട്, അതും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യും ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കുക. ഇതിൻ്റെ മണമൊക്കെ ചോറിൽ ഇറങ്ങാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക. നമുക്ക് ചിക്കൻ റെഡിയാക്കാൻ 1 ചട്ടി അടുപ്പിട്ട് വെച്ച് പച്ചമുളക് ഒന്ന് വറുത്ത് കോരി എടുക്കുക. ഇനി സവാള നന്നായിട്ട് വഴറ്റി, ഒരുപാട് മൂത്ത് പോകണ്ട, ഒന്ന് നന്നായിട്ട് വാടി വരണം. ആവശ്യത്തിന് ഉപ്പ്,
സവാള ഉപ്പിട്ട് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. പച്ചമണമൊക്കെ മാറി കഴിഞ്ഞാൽ അതിലേക്ക് ഈ വറുത്ത് വെച്ച ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന്